ഇസ്രയേൽ ഇറാൻ സംഘർഷം 5-ാം ദിവസവും തുടരുന്നു. ടെൽ-അവീവിലേക്കും ടെഹ്റാനിലേക്കും പ്രത്യാക്രമണം നടക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ നിയമിച്ച സൈനികാസ്ഥാന തലവനെ ഇസ്രയേൽ വധിച്ചു. സദ്ദാം ഹുസൈന്റെ ഗതിയാണ് അയത്തുള്ള അലി ഖമൈനിയെ കാത്തിരിക്കുന്നതെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ സന്നദ്ധത പ്രകടിപ്പിച്ചു. കൂടുതൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നുവെന്ന വിവരം കൂടി വരുന്നു. സായികുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായികുമാർ, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ്. അയത്തുള്ള അലി ഖമൈനിയെ കാത്തിരിക്കുന്നത് സദ്ദാം ഹുസൈന്റെ ഗതിയാണെന്ന് പറയുമ്പോൾ ഗുരുതരമായ ചില കാര്യങ്ങൾ ഇറാനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ ഇപ്പോൾ വളരുന്നത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അമേരിക്കയുടെ G7 ഇടപെടൽ അല്ലെങ്കിൽ ട്രംപിന്റെ അവിടെ നിന്നുള്ള പെട്ടെന്നുള്ള മടക്കം ഒരുപക്ഷെ ഒരു വെടിനിർത്തലിന്റെ സാധ്യതയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ട്രംപ് തന്നെ അത് നിഷേധിക്കുകയും പൂർണ്ണമായൊരു പരിഹാരമാണ് താൻ ലക്ഷ്യമിടുന്നത് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പല ആളുകളും സംശയിക്കുന്നത് ഇസ്രയേലിലെ അടക്കം മാധ്യമപ്രവർത്തകരടക്കം എക്സ് ഹാൻഡിൽ കുറിക്കുന്നത് ഒരു പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക കൂടി ഇസ്രയേലിലേക്ക് സഹായിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു പടക്കപ്പൽ മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി പോയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ യുദ്ധവിമാനങ്ങൾ കൂടി ആ മേഖലയിലേക്ക് അമേരിക്ക വിന്യസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പടയൊരുക്കം അമേരിക്ക നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ട്രംപിൻ്റെ തന്നെയായി ഇപ്പോൾ ട്രൂത്ത് പോസ്റ്റിൽ വന്നൊരു പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അയത്തുള്ള ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ വധിക്കാനുള്ള ഒരു തീരുമാനമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇസ്രയേലിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഈ ആക്രമണം നടത്തുന്ന തരത്തിൽ ട്രംപിൻ്റെ വാക്കുകളും പോകുന്നുണ്ട്. പൂർണ്ണമായും ഈ കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടി വരും എന്ന തരത്തിലേക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ഒരു പൂർണ്ണ യുദ്ധം അവർക്ക് നേരിടേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ വരികയാണ്. ഈ നിമിഷവും ഇപ്പോൾ വരുന്നത് ടെൽ-അവീവിലൊക്കെ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്, അപായ സൈറൻ മുഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാൻ അവരുടെ പ്രത്യാക്രമണം കൂടുതൽ കടുപ്പിക്കുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം ഇസ്രയേലും അവരുടെ ആക്രമണവും കടുപ്പിക്കുന്നുണ്ട്. തെഹ്റാനിലടക്കം വലിയ ആക്രമണം ഈ രാത്രിയിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം ഇസ്രയേലിൻ്റെ മന്ത്രിമാരടക്കമുള്ള ആളുകളിൽ നിന്ന് പ്രതിരോധ മന്ത്രിയുടെ അടുക്കൽ നിന്നാണ് ഇന്ന് ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് അയത്തുള്ള അലി ഖമൈനിക്ക് വന്നത്. അദ്ദേഹത്തിന് സദ്ദാം ഹുസൈൻ്റെ വിധിയായിരിക്കും ഉണ്ടാവുക, ഇസ്രയേലിലെ ജനങ്ങളെ ആക്രമിച്ചാൽ അതായിരിക്കും വിധി എന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് വരുന്നു. അതോടൊപ്പം ഇറാനും അവരുടെ വാക്പോര് തുടരുന്നുണ്ട്. അവർ ഇന്ന് മൊസാദ് കേന്ദ്രമടക്കം ആക്രമിച്ചതായുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചില ചിത്രങ്ങളും വീഡിയോകളും അവരുടെ വാർത്താ ഏജൻസികൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം, വലിയ സൈബർ അറ്റാക്ക് ഇറാനിലെ ബാങ്കുകളടക്കം നേരിടേണ്ടി വരികയാണ്. അവിടുത്തെ പ്രധാന ബാങ്ക് അടക്കം നിശ്ചലമായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് കൂടി ഇപ്പോൾ ഇറാൻ അനുഭവിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ, അയത്തുള്ള അലി ഖമേനിക്ക് സദ്ദാമിന്റെ ഗതി വരും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അമേരിക്കയും ഇസ്രായേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നു.